Everyone, I am Dr. Abdul Munir, Professor of Journalism, EMEA College of Arts and Science, Kondoti. I am very privileged to be a part of the Career Exploration Program for the final year UG students jointly organized by PM Foundation and Sir Syed College, Taliparamba. In this program, namely Elevate You, I would like to give a bird's eye view about career and higher education opportunities in the disciplines of journalism and mass communication and multimedia as well, which are the vibrant areas under the discipline of communication. സോ നമ്മൾ ചൂരൽമല മുണ്ടക്കായി ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു, എത്ര വീട് പോയി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കൃത്യമായി ഉത്തരം തരാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷേ സിനിമയെ വെല്ലുന്ന ഫാൻറ്റസി പറയുന്ന ചില കഥകൾ നമ്മൾ ഓർക്കും. പ്രത്യേകിച്ച് ആനയെ കണ്ട സുജാത എന്ന മുത്തശ്ശിയെയും പേരക്കുട്ടിയെയും നമ്മൾ ഓർക്കും. അതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരും ഇടയവരും ഒക്കെ നഷ്ടപ്പെട്ട പ്രവാസിയായിട്ടുള്ള നൗഫലിൻ്റെ കഥ നമ്മൾ ഓർക്കും. അതുപോലെ നൂറുകണക്കിന് ആളുകളെ രക്ഷിച്ച് ഒടുവിൽ പ്രതീകാത്മകമായി ഒരു കൈയും ഒരു ടോർച്ചും മാത്രം മണ്ണിന് മുകളിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ പ്രജീഷ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ആ ദുരന്ത നായകന്റെ കഥ നമ്മൾ ഓർക്കും. ഇതുപോലെ തന്നെയാണ് പണ്ട് നമ്മൾ പഠിച്ച ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ അല്ലെ പൈത്തഗോറ സിദ്ധാന്തം. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം നമ്മൾ LKG ക്ലാസ്സിൽ പഠിച്ച തേഴ്സ്റ്റി ക്രോ, ദ മങ്കി ആൻഡ് ദ ക്യാപ്സെല്ലർ തുടങ്ങിയ കഥകളെക്കുറിച്ച് പറയാൻ നമ്മളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും. ചുരുക്കത്തിൽ എനി കോണ്ടന്റ് വെൻ ഡെലിവേർഡ് ത്രൂ എ സ്റ്റോറി സ്റ്റേയ്സ് വിത്ത് യു ഇൻ യുവർ മെമ്മറി ഫോർ എവർ എന്നാണ് പ്രമാണം. അതുപോലെ തന്നെ പണ്ട് പറയാറുണ്ട്, ഇഫ് യു വോണ്ട് ടു പോയ്സൺ എ പീപ്പിൾ യു മസ്റ്റ് പോയ്സൺ ദെയർ വെൽസ്. ഇന്നത് മാറിയിരിക്കുന്നു. ഇഫ് യു വോണ്ട് ടു പോയ്സൺ എ പീപ്പിൾ പോയ്സൺ ദെയർ സ്റ്റോറീസ് എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അനന്ത സാധ്യതകൾ, തൊഴിലവസരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ, ജേർണലിസം എന്ന രീതിയിൽ, മൾട്ടിമീഡിയ എന്ന രീതിയിൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ 2024 പുറത്തു വന്ന ഫിക്കി പ്രൈസ് വാട്ടർ കൂപ്പറിൻ്റെ ഫിക്കി EY ഇന്ത്യ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി റിപ്പോർട്ട് മാർച്ച് 2024 പറയുന്നതനുസരിച്ച് 2026 ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ മാധ്യമ വ്യവസായം അല്ലെങ്കിൽ മാധ്യമ വ്യവഹാരം ഏകദേശം 3,08,000 കോടി രൂപയുടെ ബിസിനസ്സായിട്ട് വളരും എന്നാണ്. ഇപ്പോൾ മാധ്യമ വ്യവസായ മേഖലയുടെ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം പകുതി ആളുകൾക്കും ഇപ്പോഴും പത്രങ്ങൾ പ്രാപ്യമല്ല, ആക്സസിബിൾ അല്ല, ഇല്ലിട്രസി കാരണത്താൽ. അതുപോലെ തന്നെ ഏകദേശം 36% അല്ലെങ്കിൽ 35% ആളുകൾ കൃത്യമായി ടെലിവിഷൻ സിഗ്നൽസ് ലഭ്യമല്ല. ഏകദേശം 1 ബില്യൺ അല്ലെങ്കിൽ ഏകദേശം ഒരു 80-100 കോടി ആളുകൾക്ക് ഇപ്പോഴും ഡിജിറ്റൽ മീഡിയ പ്രാപ്യമല്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും ഈ മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ലോകത്തിലെ 2ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ വളർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചൈന, അതുപോലെ തന്നെ US പോലുള്ള രാജ്യങ്ങളിലെ തൊട്ട് US-നെ നമ്മൾ പിറകിലാക്കിയിരിക്കുന്നു. ആ രീതിയിലാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അനന്ത സാധ്യതകളാണ് ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ പോലെയുള്ള സബ്ജക്റ്റുകളുടെ തൊഴിൽ സാധ്യതകൾ കിടക്കുന്നത്. പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയയിൽ സബ് എഡിറ്റർ, റിപ്പോർട്ടർ, കാർട്ടൂണിസ്റ്റ്, ഇല്ലുസ്ട്രേറ്റർ, ഗ്രാഫിക് ഡിസൈനർ, ഫോട്ടോ ജേർണലിസ്റ്റ്, എഡിറ്റോറിയൽ റിസർച്ച് അസിസ്റ്റന്റ് തുടങ്ങി മേഖലകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കടന്നു വരാൻ സാധ്യമാണ്. റേഡിയോയെ സംബന്ധിച്ച് റേഡിയോയുടെ 2ാം വരവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. FM റേഡിയോ വന്ന സാഹചര്യത്തിൽ, FM റേഡിയോ ഒരുപാട് വ്യാപകമായിട്ട് ഇന്ത്യയിൽ വന്ന സാഹചര്യത്തിൽ റേഡിയോ പ്രസൻറ്റർ, റേഡിയോ ജോക്കി, ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ്, അനൗൺസർ, റേഡിയോ പ്രൊഡ്യൂസർ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ട്. ടെലിവിഷൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ടെലിവിഷൻ ജേർണലിസ്റ്റ് ആവട്ടെ, ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവട്ടെ, ടെലിവിഷൻ പ്രസൻറ്റർ ആവട്ടെ, ടെലിവിഷൻ ആങ്കർ ആവട്ടെ, ടെലിവിഷൻ ന്യൂസ് റീഡർ ആവട്ടെ, ടെലിവിഷൻ ക്യാമറാമാൻ ആവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റർ ആവട്ടെ, വീഡിയോ ജോക്കി ആവട്ടെ, വീഡിയോ എഡിറ്റർ ആവട്ടെ, ആ മേഖലയിലും ഒരുപാട് തൊഴിലവസരങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട്. പുതിയ ഡിജിറ്റൽ മീഡിയയെ സംബന്ധിച്ച് ഡിജിറ്റൽ ജേർണലിസ്റ്റ്, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർ, പോഡ്കാസ്റ്റ് പ്രൊഡ്യൂസർ, സോഷ്യൽ മീഡിയ മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, വെബ് ഡിസൈനർ, ഡെവലപ്പർ, SEO അനലിസ്റ്റ്, AR/VR ഡെവലപ്പർ, ടെക്നിക്കൽ റൈറ്റർ, ഇങ്ങനെ തുടങ്ങി ഇൻഫ്ലുവൻസർമാരാവാനുള്ള അവസരം പോലും ഇതിൻ്റെ കരിക്കുലത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് ലോകം. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന
സബ്ജക്റ്റിൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആവാനും, PR ആവാനും, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആവാനും, ഇവന്റ് മാനേജർ ആവാനും, പബ്ലിസിസ്റ്റ് ആവാനും, എന്തിനേറെ പൊളിറ്റിക്കൽ സ്പിൻ ഡോക്ടർ ആവാൻ പോലും പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ തൊഴിലവസരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അഡ്വർടൈസിങ്, അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, കോപ്പി റൈറ്റർ, ആർട്ട് ഡയറക്ടർ, ആഡ് ഫിലിം മേക്കർ, ക്രിയേറ്റീവ് ഡയറക്ടർ, മീഡിയ പ്ലാനർ, വിഷ്വലൈസർ, ആഡ് ഫോട്ടോഗ്രാഫർ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ് പരസ്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ. സിനിമയിൽ ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞൊരു വിദ്യാർത്ഥി കടന്നു ചെല്ലാൻ പറ്റില്ലെങ്കിൽ പോലും ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഡയറക്ടർ ആവാൻ, സ്ക്രീൻ റൈറ്റർ ആവാൻ, എഡിറ്റർ ആവാൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ആവാൻ, സൗണ്ട് ഡിസൈനർ ആവാൻ, VFX ആർട്ടിസ്റ്റ് ആവാൻ, ആർട്ട് ഡയറക്ടർ ആവാൻ, എന്തിനേറെ ഫിലിം ജേർണലിസ്റ്റ് പോലും ആവാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിൻ്റെ കരിയർ ഓപ്ഷൻസ് കിടക്കുകയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ മദർ ഡിസിപ്ലിൻ, അംബ്രല ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ട്രെയിനിങ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇപ്പോൾ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ആങ്കറിങ് ആവട്ടെ, ഇപ്പോൾ ബോഡി ലാംഗ്വേജ് ട്രെയിനിങ്, കരിയർ കോച്ചിങ്, ഇപ്പം എന്തിനേറെ ഡിബേറ്റേഴ്സ് ആവാൻ പോലുമുള്ള തരത്തിലുള്ള കോണ്ടന്റ് ഇപ്പോൾ പുതിയ സിലബസിലൊക്കെ കരിക്കുലത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മൾട്ടിമീഡിയ സർ സയ്യിദ് കോളേജിൽ മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള UG പ്രോഗ്രാം ഉണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അനിമേറ്റർ ആവാനും, ഗ്രാഫിക് ഡിസൈനർ ആവാനും, വെബ് ഡിസൈനർ ആവാനും, സൗണ്ട് ഡിസൈനർ ആവാനും, ഗെയിം ഡിസൈനർ ആവാനും, 3D മോഡലർ, AR ഡെവലപ്പർ, VR ഡെവലപ്പർ, ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ മുതൽ പുതിയ കാലത്ത് സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ എന്നുള്ള പദവിയിലേക്ക് പോലും പോകാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ തൊഴിലവസരങ്ങൾ നീണ്ടു കിടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ സമാന്തരമായിട്ട് റിസർച്ച് ആൻഡ് അക്കാഡമിക്സ്, ഇപ്പോൾ ഞാനൊക്കെ അധ്യാപനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, കോളേജ്, ഹയർ സെക്കൻഡറി ടീച്ചിങ്, അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം റിസർച്ച് കൺസൾട്ടൻസി അല്ലെങ്കിൽ റിസർച്ച് കൺസൾട്ടൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. മീഡിയ റിസർച്ച് അനലിസ്റ്റ് ആവാനുള്ള അവസരമുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ റിസർച്ചർ ആവാം, ഡാറ്റ സയൻറ്റിസ്റ്റ് ആവാം, പോളിസി അനലിസ്റ്റ് ആവാം. ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള നോമൻക്ലേച്ചറിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളൊക്കെ പൊതുവെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലാണ് UGC വിഭാവനം ചെയ്തിരിക്കുന്നത്. പുറമെ MA പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിങ്, MA മൾട്ടിമീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം സ്റ്റഡീസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, കൺവേർജൻറ്റ് ജേർണലിസം തുടങ്ങി മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉള്ള ഒരുപാട് മേഖലകൾ ഈ മൾട്ടിമീഡിയ ജേർണലിസം വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ട്. അപ്പോൾ പൊതുവെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരുപാട് സ്കിൽസും സെൻസിബിലിറ്റീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മൾട്ടി ടാസ്കിങ് എബിലിറ്റി, ഒബ്സർവേഷൻ സ്കിൽസ്, അനാലിറ്റിക്കൽ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, വിഷ്വലൈസേഷൻ സ്കിൽസ്, റിസർച്ച് സ്കിൽസ്, എഡിറ്റിംഗ് സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, സോഷ്യലൈസേഷൻ, പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, എൻവയോൺമെന്റൽ അവയർനെസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഡെമോക്രാറ്റിക് വാല്യൂസ്, റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്, ഇത്തരത്തിലുള്ള സെൻസിബിലിറ്റീസ് ഇത്തരം കരിക്കുലത്തിലൂടെ കുട്ടികൾക്ക് ആർജിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ശ്രമിക്കുന്ന ഒരാൾ, നിങ്ങൾക്കറിയാവുന്ന പോലെ കേന്ദ്ര സർവകലാശാലകളിലെ സാധ്യതകൾ ഉപയോഗിക്കാൻ CUET പരീക്ഷ, PG പരീക്ഷ എഴുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ കരിക്കുലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CUET PG പരീക്ഷ 2024 പാറ്റേൺ വെച്ചിട്ട് 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ പാർട്ട് Aയിൽ 25 ചോദ്യങ്ങളും ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, വെർബൽ എബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ പാർട്ട് Bയിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൊമൈൻ ഏരിയയിൽ 75ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ സിലബസിനെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജനറൽ അവയർനെസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സ്, അവയർനെസ് ഓഫ് കറണ്ട് പബ്ലിക് ഇഷ്യൂസ്, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സയൻസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ മീഡിയ ഇൻഡസ്ട്രി, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി തുടങ്ങിയ മേഖലയിലെ കാര്യങ്ങളാണ് ചോദ്യങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള പ്രസിദ്ധ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേക എൻട്രൻസ് പരീക്ഷയാണ് ഹയർ സ്റ്റഡീസിന്. അതുപോലെ തന്നെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം പോലെയുള്ള ബാംഗ്ലൂരിലുള്ള പ്രസിദ്ധമായ സ്ഥാപനങ്ങളുണ്ട്. അവരുടെയും സിലബസിൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയുടെ സിലബസ് ഒരുപക്ഷെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് HCU പോലെയുള്ള കേന്ദ്ര സർവകലാശാലകൾ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ജാമ്യ മില്ലിയൊക്കെ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അവരുടെ സെഗ്മെൻറ്റ് 200 മാർക്കിൻ്റെ എൻട്രൻസ് പരീക്ഷയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും CUET-യിലൂടെ ഒരു ഏകദേശം ഒരു 10-35 യൂണിവേഴ്സിറ്റികളിലേക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാർഖണ്ഡിലെയും തമിഴ്നാട്ടിലെയും രാജസ്ഥാനിലെയും ഹരിയാനയിലെയും
ബീഹാർ, സൗത്ത് ബീഹാറിലെയും കാശ്മീരിലെയും പഞ്ചാബിലെയും ഒക്കെ അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അതിലുണ്ട്. അതിൻ്റെ പേരുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏകദേശം 35 യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം നേടാൻ CUET PG പരീക്ഷകളിലൂടെ നടക്കും. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരുപാട് തൊഴിലവസരങ്ങളും ഹയർ സ്റ്റഡി സാധ്യതകളുമുണ്ട്. പക്ഷേ ഇക്കാലത്തെ മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഇക്കാലത്ത് പുതിയ വിദ്യാർത്ഥികൾ സ്റ്റോറി ടെല്ലേഴ്സ് ആയിട്ട് കടന്നു വരേണ്ട ഇക്കാലത്ത് ഒരൊറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ സ്പാർട്ടക്കസിന്റെ കഥ ഒരു പക്ഷേ നിങ്ങൾ സിനിമ ആയിട്ട് കണ്ടവരായിരിക്കാം. BC 70 റോമിലെ കഥയാണ്. ക്രാസസ് എന്ന അതിശക്തനായ രാജാവിനോട് 300ഓളം ഗ്ലാഡിയേറ്റർമാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോയ സ്പാർട്ടക്കസ്, ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ക്രാസസിന്റെ പത്മവ്യൂഹത്തിൽപ്പെട്ട് സ്പാർട്ടക്കസും പടയാളികളും ഏകദേശം മരണം കാത്ത് കിടക്കുന്ന ഒരു സമയത്ത് സ്പാർട്ടക്കസിന്റെ മുഖ്യ സേനാനായകൻ ചെവിയിൽ മന്ത്രിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: അല്ലയോ സ്പാർട്ടക്കസ്, നമ്മളായിരുന്നല്ലോ ശരി, നമ്മളായിരുന്നല്ലോ സത്യം, എന്നിട്ടും നമ്മൾ എന്തേ തോറ്റുപോയി? ഈ ചോദ്യം പല സമയത്തും ഇക്കാലത്ത് പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ മുന്നിൽ നമ്മളായിരിക്കും ശരി, നമ്മളായിരിക്കും സത്യം, എന്നാലും നമ്മൾ തോറ്റുപോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു വരും. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഗാന്ധി പറഞ്ഞു വെച്ച വരികൾ തന്നെയാണ്. നിങ്ങളെൻ്റെ അസ്ഥികൾ നുറുക്കിക്കോളൂ, മാംസപേശികൾ ചതച്ചരച്ചോളൂ, ഒടുവിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കടാരത്തുമ്പിൽ നിങ്ങളെൻ്റെ പിടയ്ക്കുന്ന ഹൃദയം കോർത്തെടുത്തോളൂ, എങ്കിലും വിട്ടുതരില്ല നെഞ്ചിലെ ധീരമാം സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ ട്രൂത്ത് വെൽ ടോൾഡ് എന്നുള്ളതാണ് പുതിയ കാലത്ത് മാധ്യമപ്രവർത്തനം സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ്, അല്ലെങ്കിൽ ന്യൂസ് സ്റ്റോറി ആവട്ടെ, ഫീച്ചർ സ്റ്റോറി ആവട്ടെ, അതിൻ്റെ ഡെഫിനിഷൻ ആ രീതിയിലേക്കാണ്. ട്രൂത്ത് വെൽ ടോൾഡ്. അത്തരത്തിൽ ഉള്ള സ്റ്റോറി ടെല്ലേഴ്സ് ആവാൻ, മികച്ച മാധ്യമപ്രവർത്തകരാവാൻ, മികച്ച മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റുകളാവാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.